ഹായ്, അസ്സലാമലൈക്കും. ഞാൻ സെഹിറ ഫ്രോം ഇർഹാസ് ഡിസൈനർ സ്റ്റുഡിയോ. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പുതിയ കളക്ഷൻ ആയിട്ടാണ്. ലിനൻ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ബഗ്രു പ്രിന്റ് ആയിട്ട്, ബഗ്രുന്ന് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. നല്ല എന്താ പറയാ, നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. ലിനൻ കോട്ടൺ ആണെങ്കിലും ചെറിയൊരു റയോണിന്റെ ടച്ചും കൂടെ ഇതായിട്ടാണ്. പക്ഷേങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. അത് വിചാരിച്ച് നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവണ്ട. നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷാൾ ഇപ്പൊ ഞാൻ ഇട്ടേ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഷാളൊക്കെ നമ്മൾ പറയുന്ന അതേപോലെ അങ്ങനെ അങ്ങോട്ട് കിടക്കുക. ലിനനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ല. നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ വേറെ പ്രിന്റുകൾ. ഇപ്പൊ ഈ കാണിക്കുന്ന പ്രിന്റിൽ ഒരുപാട് പ്രിന്റ് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഓരോരോ വീഡിയോയിലായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്രമായ സ്വാഗതം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് മെറ്റീരിയൽ കണ്ടു തുടങ്ങാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇന്ന് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഒരു ബ്ലാക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടാ. ഇത് ബ്ലാക്കും ഒരു ചിക്കു കളറും, അതാണ് ഇതിന്റെ ഫസ്റ്റ് കാണിക്കുന്ന കോമ്പിനേഷന്. പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഒരു സിൽവറിന്റെ ജെറി പോകുന്നുണ്ട്. നന്നായിട്ട് 48 ലെങ്ത് കിട്ടും. പിന്നെ ഇതിന്റെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇതിന് എക്സ്ട്രാ ഒരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടാ. ഒരു ബോർഡർ, ഈ ഒരു ജെറിയും ഈ ഒരു ബോർഡറും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഏറ്റവും താഴെയും കൊടുക്കുക, സ്ലീവിനും കൊടുക്കുക. കാരണം അത്രയും ഇത് വരുന്നുണ്ട്. കാരണം 2.5 മീറ്ററോളം വീതിയിൽ അല്ല നീളത്തില് ഈ ബോർഡർ രണ്ട് സൈഡിലും ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഈ സൈഡിലില്ല, ഈ സൈഡിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇത് XXL വരെ ചെയ്യാനേ കിട്ടുള്ളൂ. XXL കേട്ടാ. ഈ ഒരു ബോർഡർ കൂടി വന്നതുകൊണ്ടാണ്. അതല്ലാതെ ഈ ഒരു സിൽവർ ജെറി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4XL വരെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ്. ബ്ലാക്കില് ചിക്കു കളറായിട്ട്. ദുപ്പട്ട വരുന്നത് വിത്ത് ടാസിൽസോട് കൂടിയിട്ടാണ്. 2.5 മീറ്റർ ദുപ്പട്ട ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. ഇങ്ങനെയാട്ടാ വരുന്നത്. പ്രിന്റ് ഒക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ടോ? ബോട്ടം വരുന്നത് ഇത് അങ്ങനെയാണ്. ഒരു ചിക്കു, ലൈറ്റ് ചിക്കു ആട്ടോ, ഒരു ഐവറി, അതില് ഒരു മെറൂണ്, ബ്രിക്ക് മെറൂൺ ആയിട്ടാ വരുന്നത്. ഇങ്ങനെ ടോപ്പ് വരുന്നത് ഇങ്ങനെ 48 ലെങ്ത് എന്തായാലും കിട്ടും. അതിന്റെ മേലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിന് ഒരു ചെറിയ പീസ് ജോയിന്റ് ഇട്ട് ചെയ്യാവുന്നതാണ്. 48 ഞാൻ ചെയ്തത് 48ന്റെ മേലെ ഉണ്ട് കേട്ടോ. എന്റേത് ഞാൻ ജോയിന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ജോയിന്റ് ഇല്ലാതെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഓരോന്നും ഓരോരോ കട്ടിങ് ആണ്. അത് മാത്രം ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് വിചാരിച്ച് 48ൽ കുറവ് ഒരിക്കലും ഉണ്ടാവില്ല. 48 എന്തായാലും കിട്ടും. ഓക്കെ, റേറ്റ് വരുന്നത് 1390 കേട്ടാ. വിത്ത് ഷിപ്പിംഗ് ഉണ്ടാവും. ഷിപ്പിംഗ് നമുക്ക് DTDC ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പോസ്റ്റൽ കൊറിയർ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യാട്ടാ. ഷാളിന്റെ 4 സൈഡിലും ഇതാട്ടോ ഇതേപോലെ കാണുന്നുണ്ടോ, ഇതേപോലെ സിൽവറിന്റെ ജെറി വരുന്നുണ്ട്. 4 സൈഡിലും ഉണ്ടാവും. ഇങ്ങനെയാട്ടാ വരുന്നത്. 2 സൈഡിൽ ഇങ്ങനെ തലയിൽ ഇടുന്ന 2 സൈഡിൽ ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ താഴെ കണ്ടാ ഇതാ ഇതുപോലെ വരുന്നുണ്ട് കേട്ടാ. അടുത്തത് സെക്കൻഡ് ഡിസൈന്. എല്ലാം നല്ല ഡീപ്പ് ബ്ലാക്ക് തന്നെയാണ് കേട്ടാ വരുന്നത്. ഇത് നല്ല ഡീപ്പ് ബ്ലാക്ക് ആണ്. അടുത്തത് വരുന്നത് ഇങ്ങനെയാണ്, കാണുന്നുണ്ടോ പ്രിന്റ്? ഇതിലും ഇതേപോലെ ഒരു ബോർഡർ വരുന്നുണ്ട്. ബോർഡർ നല്ലോണം മനസ്സിലാവുന്നുണ്ടോ? താഴെ നമുക്ക് ഈ ബോർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് താഴെ കൊടുക്കാം, കൈക്ക് കൊടുക്കാം, വേണമെങ്കിൽ നെക്കിന് കൊടുക്കാം. നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേടാ, ഇത്രയും ലെങ്ത് ഇതാ ഇപ്പൊ തന്നെ ഉണ്ട്.
48 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 48ന്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ചിലതിന് മാത്രം നിങ്ങൾ മേലൊരു ജോയിന്റ് ഇടേണ്ടി വരും, അല്ലാത്തത് 49 ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ദുപ്പട്ടയില് 4 സൈഡും ഈ ഒരു സിൽവറിന്റെ സെറി ഇങ്ങനെ പോകുന്നുണ്ട് ട്ടാ. വിത്ത് ടാസിൽസ് ആണ് വരുന്നത്. ലിനൻ കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ബോട്ടത്തില് 2 കളറും ഈ ദുപ്പട്ടയിൽ വരുന്ന ഇതേപോലെ തന്നെയുള്ള പ്രിന്റ് ആണ് വരുന്നത് കേട്ടാ. നല്ല ജെറ്റ് ബ്ലാക്ക് ആട്ടാ, നല്ല ബ്ലാക്ക് ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1390 ആണ്. അടുത്തത് തേർഡ് ഡിസൈന്. ഇത് ബ്ലാക്കും നല്ലൊരു ലെമൺ യെല്ലോ അല്ലേ, നല്ലൊരു യെല്ലോ ആട്ടോ ഇത് വരുന്നത്. ഇതാ നല്ല അടിപൊളി യെല്ലോ. വെള്ളത്തിനും ബോർഡർ ഉണ്ട് അല്ലേ, എല്ലാത്തിനും ബോർഡർ ഉണ്ട്. ഇത് 3XL കിട്ടുള്ളൂ. ലെങ്ത് അത്യാവശ്യം കിട്ടും. അങ്ങനെ ആട്ടാ വരുന്നത്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ്. കാണുന്നുണ്ടോ? ഇതിനും ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടാ. എന്നാ ഈ ഒരു ജെറി, സിൽവറിന്റെ ജെറിയും വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതുപോലെ ഒരു ബോർഡറും വരുന്നുണ്ട്. ഒരു സൈഡിലെ ബോർഡർ ഉള്ളൂ, ഒരു സൈഡിലെ സിൽവറിന്റെ ജെറി ബോർഡർ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 3XL കിട്ടുള്ളൂ, 4XL എന്നൊന്നും പറയുന്നില്ല. 3XL തന്നെ അത്യാവശ്യം നല്ലോണം സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആളുകളെ അടുത്ത് നിങ്ങൾ കൊടുക്കണം കേട്ടാ. ദുപ്പട്ട വരുന്നത് യെല്ലോയിലാണ്. അത് ഫുള്ള് യെല്ലോ ആ ദുപ്പട്ട. അതില് ബ്ലാക്ക് ഡിസൈന്. ദുപ്പട്ടയില് 4 സൈഡ് കണ്ട ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ജെറിന്റെ ആ ഒരു. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ബോട്ടം പ്യുവർ കോട്ടൺ ആട്ടാ, അത് പറയാൻ മറന്നു. ബോട്ടം ഫുള്ള് നല്ല കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ ആണ്. നിങ്ങൾക്ക് ഈ ബോട്ടം വെച്ചിട്ട് വേണമെങ്കിലും ടോപ്പ് ചെയ്യാം. ഒരു ബ്ലാക്ക് ബോട്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും നല്ല മെറ്റീരിയലാണ് ബോട്ടം വരുന്നത്. ടോപ്പും ദുപ്പട്ടയും വരുന്നത് ലിനൻ കോട്ടൺ ആണ്. അങ്ങനെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1390 കേട്ടാ. അടുത്തത് ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുള്ള സെയിം ആണ് കേട്ടാ. ഇതിന് ബോർഡർ വരുന്നില്ല കേട്ടാ. ഇതിന് വരുന്നത് ഈ ഒരു സിൽവറിന്റെ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. സിൽവറിന്റെ ചെറിയ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. കോമ്പിനേഷൻ നമ്മളെ മാമ്പഴ യെല്ലോ ആട്ടോ വരുന്നത്. ബ്ലാക്ക് ആൻഡ് മാമ്പഴ യെല്ലോ. ബോട്ടം ഞാന് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ ബ്ലാക്ക് ബോട്ടാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ബോട്ടം കോട്ടൺ ആണ്. ദുപ്പട്ട ടോപ്പ് വരുന്നത് ലിനൻ കോട്ടണിലാട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇട്ടപ്പോ നിങ്ങൾക്ക് അറിയാലോ അത്ര ഒതുങ്ങി കിടക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്റ്റാർച്ച് കുറെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്റത് എങ്ങനെയാണെന്നറിയോ ചെയ്തത്, ഈ ടോപ്പിന്റെ മേലെ ഒന്നും യെല്ലോന്റെ യാതൊരു ഇതും ഇല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു കോമ്പിനേഷൻ ആക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ബ്ലാക്ക് എന്നുള്ളൊരു ഇത് ടോപ്പുമ്മൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്ലീവിന് ചെറിയൊരു കുഞ്ഞു പൈപ്പിങ് നൈസായിട്ടാ കൊടുത്തത്. ഓവർ ഇതായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം യെല്ലോ അത്യാവശ്യം അട്രാക്ഷൻ ഉള്ള ഒരു കളറാണ്. ചെറിയൊരു പൈപ്പിങ് സ്ലീവിന്, അതേപോലെ തന്നെ നെക്കിന്, പിന്നെ സൈഡ് സ്ലിറ്റ് 2 സൈഡും ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ പൈപ്പിങ് കൊടുത്താട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചു ലുക്ക് ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നല്ല മെറ്റീരിയലും ആണ്. കുറഞ്ഞ പീസേ നമ്മുടെ അടുത്തുള്ളൂ. പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളെ ഓർഡറിനനുസരിച്ച് നമുക്ക് ഇൻഷാല്ലാ പ്രീ ബുക്കിംഗ് വേണമെങ്കിൽ പ്രീ ബുക്കിംഗിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യൂട്ടാ. പിന്നെ പറയാനുള്ളത്
വാഷിങ്ങിന്റെ കാര്യമാണ്, അത് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്ത് തന്നെ വാഷ് ചെയ്യാൻ ശ്രമിക്കട്ടാ. കാരണം കോട്ടന്റെ മെറ്റീരിയൽ ആണ്, നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കളർ കാർഡ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുക. കാരണം അത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. ബഗ്രു ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആണ്, മനസ്സിലായോ? ഹാൻഡ് ബ്ലോക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പൊ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ കളർ ഇതാവത് ഇങ്ങനെ ആവുന്നൊന്നും നമ്മളോട് പറയരുത്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ടും ഇല്ല, അത് നിങ്ങൾ മറക്കരുത്. ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, റേറ്റ് വരുന്നത് 1390 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഷിപ്പിംഗ് നമുക്ക് DTDC ഉണ്ട്, പോസ്റ്റ് ഉണ്ട്, പോസ്റ്റൽ കൊറിയർ ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. നമ്മുടെ മുന്നത്തെ മെയിൻ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഗിവ് അവേയുടെ റൂൾസ് ഒക്കെ അറിയാൻ പറ്റും. ആ വീഡിയോ പോയിട്ട് കാണാം. എന്നിട്ട് എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ഏത് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇടുന്ന ഏത് വീഡിയോ സ്റ്റാറ്റസ് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ ഓഫറിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ റേറ്റ് തന്നെയാണ്, വീഡിയോയിൽ പറയുന്ന റേറ്റ് തന്നെയാണ് ഇപ്പോൾ മെറ്റീരിയൽ കൊടുക്കുന്നത്. കുറെ മെറ്റീരിയൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം ഏതെങ്കിലും ഉണ്ടെങ്കിൽ, മുന്നത്തെ കാര്യമായിട്ടാ പറയുന്നത്, ഏതെങ്കിലും അതിൽ അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം. കുറെ ഓഫറിൽ ഒരുപാട് മെറ്റീരിയൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷനായിട്ട് കാണാം. അതുവരേക്കും ബൈ.